അത്രയും വൃത്തികെട്ടവള് നമ്മളെ കുറിച്ച് പറയാൻ എന്താണ് അവൾക്ക് അർഹത ഉള്ളത്? അതാ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഉമ്മാനെയും എൻ്റെ വീട്ടുകാരനെയും എൻ്റെ അനിയത്തിമാരനെയും കുറിച്ച് പറയാൻ ഒരു അർഹതയില്ലാത്ത നാത്തൂനാണ് അവള്. ആണുങ്ങളുടെ വേഷമാണ് അവൾക്ക്. അവൾ ഈ പറയണ ഈ തട്ട അവളെ തലയിലുണ്ടാവില്ല. അവൾ ഏത് ആണുങ്ങളുടെ മുന്നിലും വെറും നെയ്റ്റി ഇട്ടിട്ട് അവൾ പോയി നിൽക്കും. അങ്ങനെ തന്നെ നിൽക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഷാജി അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്യാവശ്യം ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അത്യാവശ്യം ഈ വ്യക്തിയെ അറിയാമെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. ഇപ്പം ഒരുപാട് പേര്, ഞാൻ പറയില്ലേ, ഇദ്ദേഹത്തെ ക്രൂശിച്ചും വിമർശിച്ചിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും എല്ലാവരുടേതായ ചിന്താഗതികളുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതികളാണ്. അതൊക്കെ തെറ്റാണെന്ന് നമുക്കൊരിക്കലും വിലയിരുത്താൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശരികളാണ്, അദ്ദേഹത്തിൻ്റെ ചിന്തകളെന്ന് പറയുന്ന പോലെയാണ് മറ്റുള്ളവർക്കും എല്ലാവർക്കും ഇതുപോലുള്ള ചിന്തകളും ഇതുപോലുള്ള ശരികളും ഉണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ല, ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നാണ് പറയുന്നതെന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും നല്ലത്. ഇപ്പം ഞാൻ പറയുന്ന ഒരു ബ്ലണ്ടർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കാര്യമാണെങ്കിൽ പോലും, ഇത് കാണുന്ന ഒരാളെങ്കിലും എന്താ പറയുക, ഇത് ചോദിക്കും, അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ ഒരു ചോദ്യം ചെയ്തു വരും എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഇദ്ദേഹത്തിന് തീരെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേര് വിമർശിച്ചിട്ടാണ് ഇപ്പം ഇദ്ദേഹത്തിനെതിരെ വീഡിയോകൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെയുള്ള അഭിഹിത ഓഡിയോകളൊക്കെ ഇപ്പം ഒരുപാട് പേര് പുറത്ത് വിട്ടിട്ടുണ്ട്. പലരും പല രീതിയിൽ അന്വേഷിച്ചിട്ടാണ് പുറത്ത് വിടുന്നത്. ഇതിലൂടെ ഉണ്ടാവാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫും ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ, ഇദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം പുറകോട്ടാണ് പോകുന്നത്, അല്ലേ? ഒരുപാട് ആൾക്കാർ ചിന്തിക്കാതെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാളെ പറയുന്നതിൻ്റെ പേരിൽ, ഞാൻ പറയില്ലേ, ചില ആൾക്കാർ എപ്പോഴും വീഡിയോകൾ ചെയ്യുന്നത് പേഴ്സണൽ റിവഞ്ച് പോലെയാണ്. ഇപ്പോൾ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് പോലും വേറൊരു വ്യക്തിയോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിലുള്ള ഒരു ലൈവാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ സംതിങ് ആ ഒരു രീതിയിൽ നീണ്ടു നിൽക്കുന്ന ഒരു ലൈവാണത്. അതിൽ ഇദ്ദേഹം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിൽ നമുക്ക് ചിരി വരും. ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനൊരു എന്താ പറയുക, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ചിന്തിക്കുന്നത് എന്നുള്ള ലെവലിൽ നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് ദയ തോന്നും, ചില ആൾക്കാർക്ക് ചിലപ്പം കിട്ടിയ അനുഭവം കൊണ്ടായിരിക്കും ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വരും. ഒക്കെ ഉണ്ട്, എല്ലാ രീതിയിലും ചിന്തിക്കാം കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാനെടുത്ത് റിയാക്ട് ചെയ്യുന്നത് പോലും ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ വീണ്ടും ക്രൂശിക്കുന്നതിന് സമമാണ്. ഏതൊരു മനുഷ്യനായിക്കോട്ടെ, ഇപ്പം ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹം പറയുന്നതിനാണ് ഇദ്ദേഹം കിട്ടുന്നത് കേട്ടോ ഒരുവിധമൊക്കെ. കാരണം എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ ഒരുപോലെ ചിന്തിക്കാൻ കഴിയില്ല, ഒരുപോലെ ആശയങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. ചില ആൾക്കാർക്കുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന ആശയങ്ങളായിരിക്കില്ല മറ്റുള്ളവർക്കുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഇദ്ദേഹത്തിനെതിരെയല്ല ആർക്കെതിരെയും വന്നുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും റിയാക്ട് ചെയ്യുന്നത് പോലും ഇദ്ദേഹത്തിൻ്റെ ചില എന്താ പറയുക ആശയങ്ങൾക്കെതിരെയാണ്. കാരണം ആശയങ്ങൾക്കല്ല, ഇദ്ദേഹത്തിന് കാണിച്ചു കൂട്ടുന്ന ചില പ്രവൃത്തികൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ജാടയാണോ മോളൂസ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ ചില ജാടകളായിട്ടുള്ള, അല്ലെങ്കിൽ ജാട തോന്നിപ്പിക്കുന്ന വിധമുള്ള സംസാരങ്ങളും ശൈലികളും ഒക്കെയാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വരുന്ന വീഡിയോസിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അത്രയും വൃത്തികെട്ടവള് നമ്മളെ കുറിച്ച് പറയാൻ എന്താണ് അവൾക്ക് അർഹത ഉള്ളത്? അതാ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഉമ്മാനെയും എൻ്റെ വീട്ടുകാരനെയും എൻ്റെ അനിയത്തിമാരനെയും കുറിച്ച് പറയാൻ ഒരു അർഹതയില്ലാത്ത നാത്തൂനാണ് അവള്. ആണുങ്ങളുടെ വേഷമാണ് അവൾക്ക്. അവൾ ഈ പറയണ ഈ തട്ട അവളെ തലയിലുണ്ടാവില്ല. അവൾ ഏത് ആണുങ്ങളുടെ മുന്നിലും വെറും നെയ്റ്റി ഇട്ടിട്ട് അവൾ പോയി നിൽക്കും. അങ്ങനെ തന്നെ നിൽക്കും അവള്. വെറും ആണിൻ്റെ സ്വഭാവം അവൾക്ക്. അവൾ പിന്നെ 3 പെൺകുട്ടികളെ വളർത്തുന്നുണ്ട്. അവൾ എന്നെ നേരാക്കാൻ നോക്കുന്നത് ആ പെൺകുട്ടികളെ അവൾ നേരം പോലെ വളർത്തിയാൽ മതി. എനിക്ക് അത്രേ പറയുള്ളൂ. എനിക്ക് മനസ്സിലായില്ല, ആണുങ്ങളെ പോലെയാണെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അത്രയും മോശമാണോ? ആണുങ്ങളെ മുന്നിൽ നൈറ്റ് ഇടാതിരിക്കുന്നത് നിങ്ങളല്ലേ, ഞങ്ങളല്ലല്ലോ. അപ്പോൾ ആണുങ്ങളെപ്പോലെ ആണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഏത് രീതിയിലാണെന്നുള്ളത്. തട്ടം അതൊക്കെ നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫാമിലി പ്രോബ്ലംസ് തീർക്കാനുള്ള, അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ചില ആൾക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. പല ആൾക്കാരുടെ ഇതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെ പല ലൈഫ് മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല കാലവും ചീത്ത കാലവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ അവതരിപ്പിച്ച് പോകുന്നുണ്ട് അവർ. എന്തിനു വേണ്ടിയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങളെ തന്നെയാണ് ഇല്ലാതാക്കുന്നതെന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കണ്ടിരിക്കാൻ ചില ആൾക്കാരുണ്ടാവും കൗതുകത്തോടെ, അല്ലെങ്കിൽ ഞാൻ പറയില്ലേ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാന്ന് മനസ്സിലാക്കി അതുപോലെ ആസ്വദിക്കുന്ന ചില മലയാളികളും ചില ആൾക്കാരും നമ്മുടെ
നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പം അവരൊക്കെ കണ്ട് നിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾ അത് കണ്ടിട്ടാണോ ഇത് ആഘോഷമാക്കി മാറ്റി നിങ്ങൾ സ്വയം ഇല്ലാതാകാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഞാൻ പറയില്ലേ, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഇല്ലാതാവല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പകുതി മുക്കാലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇതാരെ കാണിക്കാനാണ്? കാരണം അവർ പറഞ്ഞതിന് പകരം അവർ ആരോടാണ് പറഞ്ഞത്, ഇതാരാണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഇവർ പറഞ്ഞതിന് പകരമാണ് അവർ സംസാരിച്ചതിന് പകരമാണ് ഇപ്പം ഇദ്ദേഹം ലൈവിൽ വന്ന് ഇതുപോലൊരു സംസാരം വേറെ സംസാരിക്കുന്നത്. അപ്പം ഇതിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. നിങ്ങൾക്ക് ചുറ്റും ഒരു ഫാമിലി ഉണ്ട്. നിങ്ങളെ മാത്രം ഉമ്മാന്നും ബാപ്പാന്നും വിളിച്ച് നിൽക്കുന്ന ചെറിയ മക്കൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഇവരുടെയൊക്കെ ഭാവി നിങ്ങൾ കാണുന്നുണ്ടോ? സോഷ്യൽ മീഡിയ എന്തിനുമുള്ളൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് കാണുവാണോ നിങ്ങൾ? എനിക്ക് അറിഞ്ഞൂടാ ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത്. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് എടുത്ത് ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിച്ചു പോകും. പ്രതികരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെയും നിങ്ങളുടെ താങ്ങി നിൽക്കുന്ന നിങ്ങളെ മക്കളെയും കൂടിയാണ് നിങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വീണ്ടും ഇതുപോലുള്ള, ഞാൻ പറഞ്ഞില്ലേ, എത്ര നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ പോലും, എത്ര അഹങ്കാരം വന്നാൽ പോലും ഇതൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്തിനാണ്, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതൊരു ചോദ്യം വലിയ തെറ്റായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. എന്തിനാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്? ഇത് തന്നെയാണ് എൻ്റെ ചോദ്യം. അത് ഞാൻ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇത് നിങ്ങൾ പറയുന്നത് പ്രകാരമാണ് നിങ്ങൾക്കെതിരെ വരുന്ന പല കാര്യങ്ങളും. നിങ്ങൾ ചോദിക്കും അത് എൻ്റെ ഇഷ്ടമല്ലേ, എൻ്റെ ഫാമിലി മാറ്റേഴ്സ് ഞാൻ എവിടെ പറയണം, അത് എൻ്റെ ഇഷ്ടമല്ലേ? നിങ്ങളുടെ ഇഷ്ടമാണ് അതെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന പല ചൂഷണങ്ങളും പല കാര്യങ്ങളും പല വിമർശനങ്ങളും നിങ്ങൾ ഏറ്റുവാങ്ങണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം അത് അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും സഹിച്ച് നിൽക്കണം, അല്ലെങ്കിൽ എല്ലാം കേട്ട് വിശ്വസിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമായിട്ടുള്ള കാര്യമല്ല. ആർക്ക് എന്ത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണ്. അതിനെതിരെ പ്രതികരിക്കേണ്ട അതും അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടെന്ന് ചിന്തിക്കേണ്ട ആൾക്കാർ പലരുമാണ്. അവരൊക്കെ ഇതുപോലെ പ്രതികരിക്കുന്ന സമയത്ത് ഇത് എൻ്റെ ഇഷ്ടമല്ലേ, എൻ്റെ ചാനലിൽ ഞാൻ എന്ത് പറയണം, അത് എൻ്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ച് വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കെതിരെയുള്ള ആപത്ത് വിളിച്ചു വരുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഈ വ്യക്തി പറഞ്ഞത് പ്രകാരം, ഈ ഫാമിലി ഡീറ്റെയിൽസ് പറഞ്ഞത് പ്രകാരമാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ സഹോദരി ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ഒരവസ്ഥ വന്നത്. സോഷ്യൽ മീഡിയയിൽ ആരോടോ പറഞ്ഞതാണ് ആ വ്യക്തി, അതെടുത്ത് ഓഡിയോ ആക്കി ഇട്ടു. അപ്പം ഇത് പാസ് ചെയ്തു പോയതാണ്. നിങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് പല ഫാമിലി വ്ളോഗേഴ്സിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ നാണക്കേട് നിങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് എൻ്റെ ചോദ്യം. എന്തായാലും എനിവേ, നിങ്ങൾക്കൊക്കെ ഇതൊക്കെ രസമായിരിക്കാം. എന്തായാലും എല്ലാവർക്കും അതൊരു കണ്ടൻറ്റാണ്, പലർക്കും ഇതൊരു കണ്ടൻറ്റാണ്. കാരണം നിങ്ങളിത് ഇറക്കിക്കൊണ്ടിരിക്കും, അവരത് കണ്ടൻറ്റ് ആക്കിക്കൊണ്ടിരിക്കും. എന്തായാലും എനിവേ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് പ്രതികരിച്ചതിന് തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താണോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഇത് തന്നെയാണ് അവർ പ്രതികരിക്കുന്നതും. അവരെന്താണോ കാണുന്നത് അതിനെതിരെയാണ് അവർ പ്രതികരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ബെഡ്റൂമിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ എന്ത് ചെയ്യുന്നു എന്ന് എന്താ പറയുക, ഒളിക്യാമറ വെച്ചിട്ടൊന്നുമല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പോകുന്ന കാര്യങ്ങളെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ എന്തിന് ചോദ്യം ചെയ്തു, അതിന് തെണ്ടി ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യായമല്ല. നിങ്ങൾ ചെയ്യുന്ന സെയിം കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നതാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അധികാരം അവർക്കുമില്ല. പക്ഷേ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.